സംഗമഗ്രാമ നാട്യരംഗമിതാ സംഗമഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥസംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 എല്ലാവർക്കും നമസ്കാരം. സുവർണം സമാപന പരിപാടികളുടെ 11ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് നമ്മൾ. ഇന്നത്തെ ദിനം നിലവിളക്ക് കൊളുത്തി തുടങ്ങുന്നതിനായി ശ്രീ കലാനിലയം ഉണ്ണികൃഷ്ണനെയും കലാമണ്ഡലം ഹരിഹരഗുപ്തനെയും ക്ഷണിക്കുന്നു. സംഗമഗ്രാമത്തിൻ്റെ സാംസ്കാരിക ഭൂമിക എന്ന വിഷയത്തിൽ സാഹിത്യം എന്നതിലാണ് ഇന്നത്തെ ആദ്യത്തെ പ്രഭാഷണം. ഇന്നിവിടെ പ്രഭാഷണം നടത്തുന്നത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ മലയാള വിഭാഗത്തിൽ പ്രൊഫസറായ ഡോക്ടർ അമ്പിളി MV ആണ്. ഡോക്ടർ അമ്പിളിയെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സുവർണത്തിൻ്റെ വേദിയിൽ എത്തുമ്പോൾ അതിനു മുമ്പായി ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബ് ഡോക്ടർ അമ്പിളിയെ ഇതിനു മുമ്പ് ആദരിച്ചിരുന്നു എന്നുകൂടി നമ്മൾ ഓർക്കുകയാണ്. സന്തോഷപൂർവ്വം ഡോക്ടർ അമ്പിളിയെ ക്ഷണിക്കുന്നു. ഞാനിവിടെ ആദ്യമായിട്ടാണ് ഇരിങ്ങാലക്കുട ഇവിടെ ജനിച്ചു വളർന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഈ വഴിക്കൊക്കെ പോകും. പക്ഷേ ഈ എന്താ പറയുക, അമ്മന്നൂരിൻ്റെ ഈ ഗുരുകുലത്തിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ കൂടിയാട്ടം നടക്കുന്നുണ്ട്, കാണുന്ന ആഗ്രഹം ഉണ്ടാവാറുണ്ട്. പക്ഷേ എന്താ പറയുക, നമുക്കതിനുള്ളൊരു സാഹചര്യം സന്ദർഭമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചില്ല. എന്തായാലും കഥകളി ക്ലബ്ബ് ക്രൈസ്റ്റ് കോളേജിൽ ചെന്നതോടുകൂടി കഥകളി ക്ലബ്ബിൽ അംഗമാവുകയും രമേശൻ സാറ് എന്നെ ഇതിനു മുമ്പ് കോണ്ടാക്ട് ചെയ്തു, എന്നെ ആദരിച്ചു. സാറ് പറഞ്ഞ പോലെ ഇപ്പോഴാ വീണ്ടും ഇങ്ങനൊരു അവസരം തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഇരിങ്ങാലക്കുടയുടെ സാഹിത്യകാരന്മാരെ കുറിച്ച് ഞാൻ കളക്ട് ചെയ്ത കുറച്ച് പരിമിതമായ കാര്യങ്ങൾ പറയാമെന്നേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇനിയും ഒരുപാട് പേര് അന്വേഷിച്ച് എത്താതെ പലരും ഉണ്ട്. നമ്മൾ വളരെ അടുത്തടുത്ത് കിടക്കുന്ന കുറേ ആളുകളൊക്കെ അവർ എഴുതിയിരുന്നു എന്നൊക്കെ ഇപ്പോഴാണ് അറിയുന്നത്, പോയി കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. നമ്മളിപ്പോൾ അതിന് മുഖ്യധാരയിൽ നിൽക്കുന്ന കുറച്ച് ആളുകളെ മാത്രം എപ്പോഴും പറയുന്നു, പഠിക്കുന്നു. അതിനപ്പുറത്തുള്ളവർ ഒരുപാട് പേര് എഴുതിയിരുന്നവർ, എഴുത്ത് നിർത്തിയവരുണ്ട്. പിന്നെയും എഴുതാൻ ആഗ്രഹം ഉണ്ടായിട്ടും ഒരുതരം നിരാശ ബാധിച്ച ചിലരെ, അങ്ങനെയൊക്കെ പലരെയും ഞാൻ ഈ ഒരു കുറച്ച് നടത്തിയ ഒരു അന്വേഷണത്തിൽ എനിക്ക് പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ പിന്നെ ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ ഉള്ള ആൾക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്, സാധ്യതകളുണ്ട്, അതിനുള്ള സാഹിത്യ സംഘടനകളുണ്ട്. അപ്പോൾ ഒരു വലിയൊരു സാഹിത്യ കൂട്ടായ്മ തന്നെ ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് എന്നൊക്കെ അറിയാൻ സാധിച്ചു. അപ്പോൾ അതൊക്കെ സന്തോഷം. എന്തായാലും ഈ ഡോക്ടർ KN പിഷാരടി സ്മാരക ക്ലബിൽ ഇതുപോലെ ഒരു അവസരം തന്നതിന് ഞാൻ ക്ലബിലെ ഭാരവാഹികളോട് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ സംഗമ ഗ്രാമത്തിൻ്റെ സാംസ്കാരിക ഭൂമിക സാഹിത്യം ഇരിങ്ങാലക്കുടയിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള സാഹിത്യകാരന്മാർ, അതിൽ ഇരിങ്ങാലക്കുട കേരളത്തിൻ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ എന്ന് പറയുമ്പോഴും നമ്മുടെ ഇരിങ്ങാലക്കുടയിലുള്ള അത്ര
എന്താ പറയുക, സാംസ്കാരികമായ പരിപാടികൾ നടക്കുന്നുണ്ടോ തൃശ്ശൂർ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അക്കാദമി ഉള്ളത് കൊണ്ട് കുറേ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിലും ഇത്രയും വൈവിധ്യതകൾ നമ്മുടെ കൂടമാണിക്യ ഉത്സവത്തിലൊക്കെ സംഭവിക്കണ പോലെയുള്ള കാര്യങ്ങളൊന്നും വേറെ എവിടെയില്ല. അപ്പോൾ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ് ഇരിങ്ങാലക്കുടക്കാരി എന്ന് പറയുമ്പോൾ ഉള്ളത്. അപ്പം ഞാൻ ഈ പേപ്പർ എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഞാൻ വായിക്കുകയായിരിക്കും കുറച്ചുകൂടി നല്ലത്. കുറച്ച് ഞാൻ പറയാം. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂർ ജില്ലയിലെ മറ്റൊരു സാംസ്കാരിക ഇടമാണ് ഇരിങ്ങാലക്കുട. സാമൂഹ്യവും സാംസ്കാരിക കലാ സാഹിത്യപരമായ മേഖലകളിൽ നിന്നും പ്രതിപാദനരായ നിരവധി വ്യക്തിത്വങ്ങൾ ഇരിങ്ങാലക്കുടയെ മണ്ണിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. 1939 ജനുവരിയിൽ യുവജന സാഹിത്യ സമാജത്തിൻ്റെയും വായനശാലയുടെയും 5ാം വാർഷികത്തിന് സമ്മേളനത്തിൽ മലയാളത്തിലെ പ്രമുഖരായ സാഹിത്യകാരന്മാർ കിഴുത്താണിയിൽ സമ്മേളിച്ചിട്ടുണ്ട്. വള്ളത്തോൾ ജോസഫ് മുണ്ടശ്ശേരി, പി കുഞ്ഞിരാമൻ നായർ, ചെങ്ങമ്പുഴ, എസ് കെ പൊറ്റേക്കാട്, ജി ശങ്കരക്കുറുപ്പ്, തകഴി, കേശവദേവ്, വൈലോപ്പിള്ളി തുടങ്ങി അക്കാലത്തെ പ്രഗത്ഭരായ സാഹിത്യകാരന്മാർ പങ്കെടുത്ത ഈ സമ്മേളനം നടക്കുന്നത് പുരോഗമന കലാ സാഹിത്യ സംഘങ്ങളൊന്നും രൂപീകരിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാലത്തായിരുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളതും അതിൻ്റെ ഒരു പ്രസക്തിയും എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അന്ന് കിഴുത്താണി ഒരു സാഹിത്യ സമ്മേളനത്തിനായി തിരഞ്ഞെടുത്തു എന്ന് ഞാൻ പല സ്ഥലത്തും ചോദിച്ചു പലരോട്. പക്ഷെ അതിന് കൃത്യമായിട്ടൊരു ഉത്തരമൊന്നും എനിക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇരിങ്ങാലക്കുടയുടെ ഒരു സാഹിത്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഉണ്ണായി വാര്യരിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം അട്ടക്കഥ വനപർവ്വത്തിലെ ഒരു 28 അധ്യായങ്ങൾ എടുത്തിട്ട് ഈ അട്ടക്കഥാ രൂപത്തിലേക്ക് ആക്കുമ്പോൾ മഹാഭാരതം വായിക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ വായിച്ചിട്ടില്ലാത്തവർക്കും ഒരു ദൃശ്യ ഭാഷയിലേക്ക് പകർത്തി എഴുതുമ്പോൾ ആ ഒരു എല്ലാവർക്കും കാണാവുന്ന ഒരു തരത്തിലേക്ക്, അപ്പോൾ ഈ പദ്യവും ഗദ്യവും അങ്ങനെ എല്ലാം തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ച് ആ ഒരു പ്രതിഭയ്ക്ക് പിന്മുറക്കാരായിട്ട് ഒട്ടേറെ പ്രതിഭകൾ പിൽക്കാലത്തും ഉണ്ടായി വന്നിട്ടുണ്ട്. അതേസമയം തന്നെ അടയാളപ്പെടുത്താതെ പോയിട്ടുള്ള കുറേ വ്യക്തിത്വങ്ങളും ഈ ഒരു ലോകത്തെ സാഹിത്യത്തിൽ ഉണ്ടായിരുന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കാതിരിക്കാനായിട്ട് സാധിക്കില്ല. സാഹിത്യം രണ്ട് തരം. ഒരു ആദ്യ കാലഘട്ടത്തിൽ സാഹിത്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സാഹിത്യം പൈങ്കിളി സാഹിത്യം എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഭാഷാപരമായിട്ടുള്ള സാഹിത്യത്തിന് ഈ മാതിരിയുള്ള ഭാഷയെ സാഹിത്യത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറിയൊരു കാലഘട്ടത്തിൽ എങ്ങനെ വേണമെങ്കിലും ആവിഷ്കരിക്കാം, തദ്ദേശീയമായ ഭാഷാ പ്രയോഗങ്ങളോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം, ഇംഗ്ലീഷും മലയാളവും എല്ലാം കലർത്തി ഉപയോഗിക്കാം, അങ്ങനെയുള്ള ഒരു ചിട്ടവട്ടങ്ങളൊന്നും ഇല്ല ഇന്ന്. പക്ഷേ ആദ്യകാലത്ത് അത്തരത്തിൽ നിന്നിരുന്നൊരു കാലഘട്ടത്തിൽ അതിലേക്ക് എത്താൻ പറ്റാതെ ഇടയ്ക്ക് വെച്ച് എഴുത്തിനെ എന്താ പറയുക ഡിസ്കണ്ടിന്യൂ ചെയ്ത ഒരുപാട് എഴുത്തുകാരും നമുക്കിടയിലുണ്ടെന്നുള്ളതാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പിന്നെ ആ ഒരു വരേണ്യ ബോധ്യങ്ങൾ അതിലേക്ക് എത്താൻ കഴിയില്ല എന്ന് പറഞ്ഞതൊരു നിരാശത, അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ തീർത്തും അതിൽ നിന്ന് മാറി നിൽക്കാം, നമുക്ക് പറ്റിയ ഇടമല്ല സാഹിത്യം എന്ന് ചിന്തിച്ചുകൊണ്ട് മാറി നിന്നവരുമുണ്ട്. അതല്ലാതെ എനിക്കിത് സാധിക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം ആർജിച്ചുകൊണ്ട് പിടിച്ചു നിന്നവരുമുണ്ട്. പിടിച്ചു നിന്നവരത് ഇപ്പോഴും നിൽക്കുന്നു. അല്ലാത്തവർ സങ്കടത്തോടുകൂടി ഇപ്പം ഞാൻ ചെന്ന് കണ്ട 1-2 പേര് അവരുടെ ഒരു ഇത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്ത സങ്കടമുണ്ട് അവർക്ക്. സങ്കടമാണ് എന്നോട് പറഞ്ഞത്, ഞങ്ങൾ ആ കാലത്ത് ഇത്രയും സജീവമായി നിന്നിട്ടും ഞങ്ങൾക്ക് ശേഷം വന്നവർ ഒരുപാട് അംഗീകരിച്ചു എന്നുള്ള ഒരു സംസാരമൊക്കെയാണ് ഞാൻ കേട്ടത്. പിന്നെ നളചരിതത്തെ തുടർന്നുണ്ടായിട്ടുള്ള ഈ സാഹിത്യം, ഈ കുഞ്ചുണ്ണി നമ്പ്യാർ അദ്ദേഹത്തിൻ്റെ ഒരു വരി ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കവിയുടെ ക്രാന്തദർശിത്വത്തെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ജഗത്തൊക്കെ നന്നായി പരന്നിട്ടു പണ്ടേ ഇരിപ്പുണ്ട്, നേരെന്ന് പേരായ വസ്തു ക്രമത്താൽ അതിപ്പോൾ ചുരുങ്ങി പണത്തോളം മേയുള്ളൂ എന്നായി വന്നപ്പോൾ നമ്മുടെ എല്ലാ ലോകബോധ്യങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു മൂല്യച്യുതി, ഒരു ആകാംക്ഷ, എന്ത് സംഭവിക്കുന്നു എന്ന് പറയുന്നിട്ടുള്ള ഒരു ദീർഘദർശനം ഈ വരികളിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ കുറച്ച് വേറെ ആളുകളെ കിട്ടിയിട്ടുണ്ട്. അവരുടെ അത്രയും ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയിട്ടില്ല ഇതേവരെ. അത് കുറച്ചും കൂടി ഒന്ന് അന്വേഷിക്കാനുള്ളൊരു സമയം വേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. മാപ്രാണം നാരായണ പിഷാരടി, കല്ലങ്ങര വലിയ രാമ പിഷാരടി, ഗോവിന്ദൻ നമ്പൂതിരിപ്പാട്,
പിന്നെ വന്നിട്ട് നമ്പ്യാർ വീട്ടിൽ നാരായണ മേനോൻ, നമ്മുടെ അടുത്തുള്ള ആളുകളാണ്. ഇവരുടെ വീട്ടിലൊക്കെ പോയാൽ നമുക്ക് കുറച്ചും കൂടി അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ പേപ്പർ ഒന്ന് കുറച്ചും കൂടി വലുതാക്കാമെന്ന് ചിന്തിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു കാൽപ്പനികതയിൽ നിന്നും ആധുനികതയിലേക്കുള്ള ഒരു വളർച്ചയിൽ ഭാഷയിലെ മലയാള ഭാഷയ്ക്ക് ആ ഒരു പുതിയ ഭാവുകത്വം പ്രദാനം ചെയ്ത ഒരു കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. അതായത് ജീവിതത്തിൻ്റെ നവരസം എന്ന് പറയുന്നത് പോലെ മധുരവും കയ്പും ചവറപ്പും പുളിപ്പും എല്ലാം കവിതകളിലൂടെ സമ്മാനിച്ച ഒരു കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ ദ്യോവിനെ വിറപ്പിക്കുമാ വിളി കേട്ടോ മണിക്കോവിലിൽ മയങ്ങുന്ന മാനവരുടെ ദൈവം എന്നും ഹാ വിജഗീഷു മൃത്യുന്നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ എന്നുമൊക്കെ എഴുതി സാധാരണ വായനക്കാരനെ പോലും ഒരു ഉണർവിൻ്റെ അല്ലെ ഉണർച്ചയുടെ ഒരു ഉദ്ബോധനത്തിൻ്റെ ഒരു തരത്തിലേക്ക് വളർത്താൻ സാധിക്കുന്ന വരികൾ എഴുതി. ഒപ്പം തന്നെ കേരളത്തിലെ ഉത്സവങ്ങളെക്കുറിച്ച്, ആഘോഷങ്ങളെക്കുറിച്ച്, എനിക്ക് തോന്നുന്നു ഓണത്തെക്കുറിച്ചും കേരളത്തിലെ മറ്റുള്ള ഉത്സവാഘോഷങ്ങളെക്കുറിച്ചൊക്കെ ഇത്രമേൽ ഭംഗിയായി എഴുതിയിട്ടുള്ള ഒരു കവി പിന്നീട് അങ്ങനെ കണ്ടിട്ടില്ല. മാത്രമല്ല, കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ച് ചെറിയ ചെറിയ പുൽക്കൊടി, പൂവ്, കയ്പവല്ലി ഇതൊക്കെ ഉണ്ടായി വരുന്നതിനെ കുറിച്ച് പോലും വൈലോപ്പിള്ളി തൻ്റെ കവിതകൾക്ക് വിഷയമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആ ഒരു ഫ്യൂഡലിസ്റ്റ് കാലഘട്ടം എങ്ങനെയാണ് ആ ഒരു വ്യവസ്ഥിതിയെ, എങ്ങനെയാണ് മനുഷ്യരെ ജീവിതത്തെ പ്രതികൂലമായി ബാധിച്ചതെന്ന് കുടിയൊഴിക്കൽ പോലുള്ള കവിതകളിലൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. തുടർന്ന് വരുന്ന മലയാളത്തിലെ ഒരു കവി സച്ചിദാനന്ദൻ, മികച്ച ഇംഗ്ലീഷ് അധ്യാപകനായിരിക്കെ തന്നെ മലയാളത്തിലെ മികച്ച കവിതകൾ എഴുതുകയും ഒരുപാട് വിവർത്തനം കൃതികൾ മലയാളത്തിലേക്കും അദ്ദേഹത്തിൻ്റെ ഒരുപാട് കവിതകളെ മറ്റു ഭാഷകളിലേക്ക് 4-5 തരം ഭാഷകളല്ല, ഒരുപാട് ഭാഷകളിലേക്ക്, ഇതിൽ ഹിന്ദി, തമിഴ്, ഗുജറാത്തി, ഒറിയ, പഞ്ചാബി, അങ്ങനെ നിരവധി ഭാഷകളിലേക്ക് അദ്ദേഹത്തിൻ്റെ കവിതകളെ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. വൈലോപ്പിള്ളിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ആ ഒരു വൈലോപ്പിള്ളിക്ക് ഒരു തിലോദകം അർപ്പിച്ചുകൊണ്ട് സച്ചിദാനന്ദൻ എഴുതിയ കവിതയാണ് ഇവനെ കൂടി. ചിതയിൽ പൊട്ടുന്നതൻ നാടിൻ നട്ടല്ലല്ലോ മാതുല പൊറുത്താലും കഴിഞ്ഞു മാമ്പഴക്കാലം എന്നെല്ലാം എഴുതുമ്പോൾ ഇനി പോയ കാലത്തിനെ കുറിച്ച് നമ്മൾക്ക് പറയാനേ കഴിയുള്ളൂ. പോയ കാലത്തിന് പകരം വയ്ക്കാൻ മറ്റൊരു കാലമോ, പോയ മനുഷ്യന് നഷ്ടം, ആ ഒരു നഷ്ടം എന്ന് പറയുന്നത് എന്നും നഷ്ടം തന്നെയാണ്. ഒരിക്കലും അത് നികത്താൻ സാധിക്കില്ല, മറ്റൊരാളെ കൊണ്ടോ മറ്റൊരാശയങ്ങൾ കൊണ്ടോ ഒന്നും നികത്താൻ സാധിക്കില്ല എന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് കാവ്യരംഗത്ത് ഇന്നും സജീവമായി നിൽക്കുന്ന വ്യക്തിത്വമാണ് സച്ചിദാനന്ദൻ. തുടർന്ന് നമ്മുടെ മലയാള ഭാഷയ്ക്ക് ശക്തമായ മറ്റൊരു ഭാവുകത്വ പരിസരത്തെ പ്രദാനം ചെയ്ത എഴുത്തുകാരനാണ് ആനന്ദ്. ആൾക്കൂട്ടം, 1970-കളിലെ ആൾക്കൂട്ടം എന്ന് പറയുന്ന ഒരു നോവൽ, അതിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സാഹിത്യത്തിലെ അടയാളപ്പെടുത്തൽ സംഭവിക്കുന്നത്. അതായത് അരികുവൽക്കരണങ്ങളുടെ സമ്മർദ്ദം ഏറ്റുവാങ്ങിയ ഒരു ആൾക്കൂട്ടത്തെ അവതരിപ്പിക്കുന്നതിലൂടെ വായനക്കാരനിൽ ആ ഒരു സമ്മർദ്ദത്തെ അനുഭവവേദ്യമാക്കുകയും അതിലൂടെ ഒരു അസ്വസ്ഥരാക്കുന്ന മറ്റൊരു ആൾക്കൂട്ടത്തെ സൃഷ്ടിക്കുകയുമായിരുന്നു ആനന്ദ് തൻ്റെ ആൾക്കൂട്ടം എന്ന നോവലിലൂടെ ചെയ്തത്. മാത്രമല്ല, സ്നേഹരാഹിത്യം, അന്യവൽക്കരണം, ഏകാന്തത തുടങ്ങിയ പല മാനുഷിക വൈകാരികതകളെയും ആനന്ദ് തൻ്റെ സർഗാത്മക ഭൂമികയാക്കിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പേരുകൾ തന്നെ നോക്കുകയാണെങ്കിൽ മരുഭൂമികൾ ഉണ്ടാകുന്നത്, ഗോവർദ്ധൻ്റെ യാത്രകൾ, മരണ സർട്ടിഫിക്കറ്റ്, അഭയാർത്ഥികൾ, അങ്ങനെ ജീവിതഗന്ധികളായിട്ടുള്ള ജീവിതാവസ്ഥകളുടെ പ്രതിനിധാനങ്ങളെയാണ് അദ്ദേഹം തൻ്റെ നോവലുകളുടെ പേരായിട്ട് പോലും എടുത്തിട്ടുള്ളതെന്നാണെന്നാണ് വ്യത്യസ്തത എന്ന് പറയുന്നത്. ഇന്നും സാഹിത്യ ലോകത്ത് സജീവ സാന്നിധ്യമായിട്ട് അദ്ദേഹം നിലനിൽക്കുന്നു. മലയാളത്തിൻ്റെ പ്രിയ നോവലിസ്റ്റും ചെറുതാർത്തുമായിരുന്നു ടി വി കൊച്ചുബാവ. അകാലത്തിൽ മരണപ്പെട്ടു പോയ കൊച്ചുബാവ ഇരിങ്ങാലക്കുട സാഹിത്യ ഭൂമികയിൽ അടയാളപ്പെടുത്തപ്പെട്ട, അല്ലെങ്കിൽ സാഹിത്യ ചരിത്രം അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ വൃദ്ധസദനം എന്ന് പറയുന്ന ആ ഒരു ഒറ്റ നോവലുണ്ട്. ആ നോവലിലാണ് ഈ പറയുന്ന ഏകാന്തത, അന്യവൽക്കരണം, ഏകാന്തത, അല്ലെങ്കിൽ
സാധാരണക്കാരനെ സംബന്ധിച്ചിട്ട് ഉള്ള അവൻ്റെ ജീവിതാനുഭവങ്ങളുടെ വ്യത്യസ്ത മാനങ്ങളെയും അനുഭവങ്ങളെയും അതിൻ്റെ മറ്റൊരു അർത്ഥതലത്തെ കണ്ടുപിടിക്കുകയും അതോടൊപ്പം തന്നെ എന്താണ് ഒരു കൂട്ടായ്മ ചേർത്ത് പിടിക്കുക, സ്നേഹത്തിൻ്റെ ചേർത്ത് പിടിക്കലും ആശ്വാസവും അതേസമയം തന്നെ അവഗണനയും കുറ്റപ്പെടുത്തലിൻ്റെയും മറ്റൊരു മുഖത്തെയും വൃദ്ധസദനം എന്ന നോവല് ആഖ്യാനം ചെയ്യുന്നുണ്ട്. അപ്പം സർവ്വസാധാരണം എന്ന് വിലയിരുത്തപ്പെടുന്ന പലതിലും അദ്ദേഹം വ്യത്യസ്തമായ മാനങ്ങളെ കണ്ടെത്തി അത് ആവിഷ്കരിക്കുമ്പോൾ ഒരു പുതിയ സാഹിത്യ രൂപം തന്നെ ഉണ്ടായി വരികയായിരുന്നു. കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ഒരു എഴുത്തുകാരൻ കൊച്ചുബാവയെ സംബന്ധിച്ച് അദ്ദേഹം എല്ലാ കഥയും മനസ്സിൽ എഴുതി വച്ചതിന് ശേഷം കടലാസിലേക്ക് പകർത്തുക മാത്രമാണ് ചെയ്തിരുന്നതെന്ന് എഴുതി വച്ചിട്ടുണ്ട്. മലയാളത്തിലെ മറ്റൊരു പ്രമുഖനായ ബാലസാഹിത്യകാരനായിരുന്നു KV രാമനാഥൻ. ബാലസാഹിത്യകാരൻ എന്ന് പറയുമ്പോഴും അതല്ലാത്ത കൃതികളും അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എങ്കിലും ബാലസാഹിത്യകാരൻ എന്നുള്ള രീതിയിൽ അംഗീകാരം നേടിയ KV രാമനാഥൻ, അത്ഭുതവാനരൻ, അത്ഭുത നീരാളി, രാജു റോണിയും അങ്ങനെ ഒരു 20-ലധികം ബാലസാഹിത്യ കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതായത് ഒരു കഥകൾ കേട്ടു വളരാനുള്ളൊരു ബാല്യം ഇനിയുള്ളവർക്കില്ല. അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കൃതികൾ ഏറെ പ്രസക്തമാണ്. ഇന്നും കഥകൾ കേട്ട് വളരാൻ ആഗ്രഹിക്കുന്ന ബാല്യങ്ങൾ അല്ലെങ്കിൽ കുട്ടികൾ കഥകൾ കേട്ട് വളരട്ടെ എന്ന് ദീർഘദർശനം ചെയ്ത ഒരു എഴുത്തുകാരനായിരുന്നു KV രാമനാഥൻ എന്ന് പറയുന്നത്. തുടർന്ന് വരുന്ന മാമ്പുഴ കുമാരൻ മാഷ് നിരൂപകൻ എന്നാണ് പറയുന്നതെങ്കിൽ കൂടിയിട്ട് നിരൂപണത്തിനപ്പുറം അതല്ലാത്ത ഒരുപാട് മേഖലകളിൽ അദ്ദേഹം കൃതികൾ രചിച്ചിട്ടുണ്ട്. സംസ്കാരം എന്നാൽ കാലാതിവർത്തിയായ ഒരു ധർമ്മസങ്കല്പമാണെന്ന ദർശനത്തെയാണ് സംസ്കാരത്തിൻ്റെ അടയാളങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കൃതിയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കൂടാതെ സ്മൃതി മുദ്രകൾ, അദ്ദേഹം കടന്നു വന്നിട്ടുള്ള വഴികളെ കുറിച്ചിട്ട് അതിലേക്കുള്ളൊരു മടക്കയാത്രയാണ് സ്മൃതി മുദ്രകൾ എന്ന് പറയുന്ന കൃതി. കൂടാതെ സ്വർഗദർശനം, അനുമാനം, വാക്കും പൊരുളും, ഉൾക്കാഴ്ച, നാടകദർശനം, തെരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ തുടങ്ങിയ നിരവധി കൃതികളും മാമ്പുഴ കുമാരൻ മാഷേതായിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് അശോകൻ ചരിവിലാണ്. ഇപ്പം നമുക്കറിയാം 2024 വയലാർ അവാർഡ് കിട്ടിയ കാട്ടൂർ കടവ് എന്ന് പറയുന്ന നോവല്. അപ്പോൾ കാട്ടൂർ കടവ് എന്ന നോവൽ കാട്ടൂരിൻ്റെ പരിസര പ്രദേശങ്ങളെയും കാര്യങ്ങളെ പറയുമ്പോൾ ദേശീയ പ്രസ്ഥാനം, ജാതി, അങ്ങനെ കുറേ വിഷയങ്ങളെ അത് പ്രശ്നവൽക്കരിക്കുന്നുണ്ട്. അതേസമയം തന്നെ അടയാളപ്പെടുത്താതെ പോയ ചിലർക്ക് വേണ്ടി എഴുതിയിട്ടുള്ള ചില നോവൽ, കറുപ്പൻ എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. ഈ വാർദ്ധക്യവും അനാഥത്വവും ഒക്കെ പേറുന്ന അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന സംഘർഷങ്ങളെയാണ് കറുപ്പൻ എന്ന നോവല് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ നഷ്ടപ്പെട്ടു പോകുന്ന നമ്മുടെ ഗ്രാമീണതയും നന്മയും അതിനെക്കുറിച്ചുള്ള ആകുലതയും ഒക്കെ പങ്കുവയ്ക്കുന്ന സാഹിത്യകൃതികളും അശോകൻ ചെരുവിൻ്റേതായുണ്ട്. പിന്നെ പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ, അപ്പോൾ മലയാള നാടകവേദിയുടെ, അപ്പോൾ നാടകത്തിൻ്റെ ആദ്യത്തെ 28 എന്ന് പറയുന്ന ഗ്രന്ഥം, മുല്ലനേഴിയെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകം, ഇതൊക്കെ ടീച്ചറിൻ്റെയാണ്, സാവിത്രി ടീച്ചർ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യകാലം നാടകത്തെക്കുറിച്ചുള്ളൊരു സമഗ്ര പഠനമാണ് ഈ നാടകത്തിൻ്റെ ആദ്യത്തെ 28. ഈ നാടകത്തിൻ്റെ ആദ്യത്തെ 28നെ കുറിച്ചിട്ട് എഴുതുമ്പോൾ ഞാനും സാഹിത്യ അക്കാദമിയിൽ അന്ന് എൻ്റെ റിസർച്ച് ചെയ്യുന്ന ഒരു കാലമായിരുന്നു. അപ്പം ടീച്ചർ എഴുതുന്ന ഒരു പുസ്തകങ്ങളും അല്ലെങ്കിൽ ഒരുപാട് റെഫർ ചെയ്ത് എഴുതുന്ന ഒരവസ്ഥ. അപ്പം ഈ 90 നാടകങ്ങളെ വിശകലനം ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം ഈ അതേസമയം തന്നെ നമ്മുടെ ഇരിങ്ങാലക്കുടയുടെ മാത്രമല്ല, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മണ്ഡലങ്ങളിലും തൻ്റേതായ വ്യക്തിത്വം അടയാളപ്പെടുത്തിയിട്ടുള്ള എഴുത്തുകാരിയാണ് സാവിത്രി ലക്ഷ്മണൻ എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് TR ശങ്കുണ്ണി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനാണ്. ശാസ്ത്രത്തിലും സാഹിത്യത്തിലും ഒരുപോലെ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വ്യക്തിയാണ് ഈ പറയുന്ന TR ശങ്കുണ്ണി എന്ന് പറയുന്നത്. വളരെ ലളിതമായി ഭാഷാപ്രയോഗങ്ങൾ, ഇന്ന് സമകാലഘട്ടത്തിൽ എഴുതുന്ന എഴുത്തുകളെ വായിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് കിട്ടില്ല, ഒരു വായനയ്ക്കൊന്നും നമുക്ക് പിടിതരാറില്ല. പക്ഷേ വളരെ ലളിതമായ ഭാഷയിൽ എഴുതുന്ന എനിക്ക് 1-2 പുസ്തകങ്ങൾ എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടേണ്ടായി. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന, ഒറ്റ വായനയ്ക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന കഥകളാണ്. ശാസ്ത്രത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും എല്ലാ മേഖലകളിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. മാത്രമല്ല 78 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുള്ള വ്യക്തിയാണ്. കേന്ദ്ര പുരസ്കാരം നേടിയിട്ടുണ്ട്. നക്ഷത്ര ബംഗ്ലാവ് എന്ന കൃതിയിലൂടെ ആ ഒരു മനുഷ്യൻ്റെ ജീവിതാവസ്ഥകളുടെ സങ്കീർണതകളെ അദ്ദേഹം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം
പിന്നെ വരുന്നത് പി.കെ. ഭരതൻ മാസ്റ്റർ, എല്ലാവർക്കും അറിയാം. നല്ല എഴുത്ത്, സിനിമ, സാഹിത്യം, എല്ലാത്തിലും തിരക്കഥ, എല്ലാത്തിനെ കുറിച്ചിട്ടും ഒരു വൈജ്ഞാനിക ഗ്രന്ഥം തന്നെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഏറ്റവും ഇതും ഈ പറഞ്ഞ പോലെ തന്നെ എഴുത്തും സിനിമയും തനിക്ക് ഒരുപോലെ വഴങ്ങുന്നു എന്ന് തെളിയിച്ച മറ്റൊരു ഇരിഞ്ഞാലക്കുടയുടെ എഴുത്തുകാരനാണ് പി.കെ. ഭരതൻ മാസ്റ്റർ. പിന്നെ വന്നിട്ട് കെ. രേഖ. തനിക്ക് ചുറ്റും കാണുന്ന വിഷയങ്ങളെ തന്നെ കൃതികളിലേക്ക് തൻ്റേതായ കാഴ്ചപ്പാടിൽ കാണുന്ന കാര്യങ്ങളെ എഴുതുന്നതാണ്. അപ്പം ആരുടെയോ ഒരു സഖാവ് അന്തിക്കാട്ടുകാരി എന്ന് പറയുന്ന ഒരു സമാഹാരമുണ്ട്. അപ്പം വർത്തമാനകാല ജീവിതാവസ്ഥകൾ സ്ത്രീയെ ഇങ്ങനെ നോക്കിക്കാണുന്നു, അവൾ നേരിടുന്ന പ്രശ്നവൽക്കരണങ്ങൾ എന്തൊക്കെയാണ്, അതിനെ എങ്ങനെയാണ് അത് മറികടക്കുന്നത്, ആ അവസ്ഥയോടുള്ള ഒരു കലഹമാണ് ഈ ആരുടെയോ ഒരു സഖാവ് അന്തിക്കാട്ടുകാരി എന്ന് പറയുന്ന ഒരു കഥാസമാഹാരത്തോട് ഇതിലൂടെ വിനിമയം ചെയ്യുന്നത്. പിന്നെ നമുക്ക് അടയാളപ്പെടുത്തേണ്ട ഒരാളാണ് ഡോക്ടർ റോഷിനി സ്വപ്ന. കവിതയും നോവലും സംഗീതവും സിനിമയും എല്ലാ മേഖലകളിലും കൈകടത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് റോഷിനി സ്വപ്ന. എനിക്കൊരു നാവ് വേണം, അനുവാദങ്ങൾ നിറച്ച നാവ്. നമുക്കെല്ലാവർക്കും നാവുണ്ട്, പക്ഷേ പലപ്പോഴും പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ നാവ് ചലിപ്പിക്കാതിരിക്കുകയാണ്. അപ്പം ഇതും ഒരു പ്രതിരോധമാണ്, അല്ലെങ്കിൽ ഒരു പ്രതിഷേധമാണ്. നാവ് വേണം, ഈ നാവല്ല, എനിക്ക് അനുവാദങ്ങൾ നിറച്ച നാവാണ് വേണ്ടത്. ഒപ്പം തന്നെ വൈകുന്നേരങ്ങളിൽ പെയ്യുന്ന മഴയുടെ നന്മയാകണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ നിലനിൽക്കുന്ന വ്യവസ്ഥയോടുള്ള കലഹവും പുതിയൊരു ജീവിത വീക്ഷണത്തോടും ആ ജീവിത വീക്ഷണത്തോടുള്ള ഒരു പ്രണയവും കവിതകളിൽ നിറച്ചു വെച്ച ഒരു എഴുത്തുകാരിയാണ് റോഷിനി സ്വപ്ന. പിന്നെ പറയേണ്ടത് ഒരാളാണ് കാർളം ബാലകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞെട്ടൽ തോന്നി. കാരണം ഒരു കൂട്ടുകാരനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെക്കുറിച്ചും എന്ന് പറഞ്ഞൊരു തലക്കെട്ടിൽ എഴുതി വെച്ചിട്ടുള്ളതാണ്. അത് ആരെഴുതിയിട്ടുണ്ട്? വയലാർ രാമവർമ്മയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി. ഇത്രയും അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനായിരുന്നു എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുങ്കുമപ്പൂക്കൾ എന്ന് പറയുന്ന ആ ഒരു സമാഹാരത്തിനാണ് വയലാർ ഇതുപോലെ ഒരു കൂട്ടുകാരനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെക്കുറിച്ചും എന്ന് പറയുന്ന ഒരു തലക്കെട്ട് എഴുതിയിട്ട് അതിൽ അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെക്കുറിച്ചും എഴുത്തിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ളത്. അപ്പം പിന്നെ ജീവിതത്തിലെ പിന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ വേണുമാഷാണ്. വേണുമാഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഷേക്സ്പിയറിൻ്റെ സമ്പൂർണ്ണ കൃതികളുടെ മലയാളത്തിലേക്കുള്ള വിവർത്തനം, ഉണ്ണായിവാരുടെ സമ്പൂർണ്ണ കൃതികൾ, ആറാട്ടുപുഴ പൂരം, ഇതൊക്കെ കൂടാതെ തന്നെ വ്യത്യസ്ത മേഖലകളിൽ ഒരുപാട് കൃതികൾ രചിച്ച വേണുമാഷിൻ്റെ ഒരു കളിവട്ടവും 40 അട്ടകഥകളും എന്ന പുസ്തകം, കഥകളിയുടെ പിന്നണി പ്രവർത്തനങ്ങൾ, എങ്ങനെയാണ് കഥകളി പഠിക്കാതെ കഥകളിയുടെ പിന്നണിയിലെ കാര്യങ്ങളെ കുറിച്ചിട്ട് അത്രയും വിശദമായി എഴുതിയിട്ടുള്ളൊരു ഗ്രന്ഥം. അപ്പോൾ ആട്ടക്കഥയുടെ ഒരു ആസ്വാദകനിൽ നിന്ന് രചനയിലേക്ക് എത്തിയ മാഷ് 40-ലേറെ ആട്ടക്കഥകൾ രചിച്ചു എന്നത് ഒരു അതിശയോക്തിയാണ്. കാരണം അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കഥകളി പഠിക്കാത്ത ഒരാളാണ്. അപ്പോൾ മുഖ്യധാരയിൽ നിന്നും മാറി നിൽക്കുന്ന, അത്രമേൽ അടയാളപ്പെടുത്തപ്പെടാതെ പോകുന്നില്ലേ എന്ന ഒരു സംശയം ഞാൻ ഈ പുസ്തക പ്രകാശനത്തിൻ്റെ വേളയിൽ മാഷിൻ്റെ അടുത്ത് ഞാൻ പങ്കുവയ്ക്കേണ്ടായി. കാരണം ഇത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ അറിയേണ്ടതും അറിയിപ്പിക്കേണ്ടതും എന്നൊരു തോന്നലിൽ നിന്നാണ്. അപ്പം ഈ വേണുമാഷിൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ പുറകെ വേണുമാഷിലൂടെ തന്നെ എത്തിയ മറ്റൊരാളാണ് വേണുജി വാര്യർ. നിങ്ങൾ അറിയുമായിരിക്കും. അറിയോ വേണുജി വാര്യർ? ഇപ്പുറത്തെ വീടുള്ളത്. അപ്പോൾ വേണു സാറിനെ ഞാൻ പോയി കണ്ടിരുന്നു. അപ്പോൾ വേണു സാറ് സംസാരിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ വിഷയങ്ങൾ വന്ന വിഷയങ്ങളെ കുറിച്ചിട്ട് തന്നെ പിന്നെയും പലമാതിരി എഴുതുന്നതിൽ കാര്യമില്ല. പകരം നല്ലൊരു വിഷയം കിട്ടാൻ, ജോലിയിൽ നിന്ന് റിട്ടയർ ആവുമെന്ന് വിചാരിച്ചു, ഫുൾ ടൈം എഴുതാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പോൾ വിഷയങ്ങൾ കിട്ടുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അപ്പോഴും അദ്ദേഹം പങ്കുവെച്ച ഒരു കാര്യം, അദ്ദേഹം എന്ന് പറയുന്ന ഒരു കഥാസമാഹാരത്തെക്കുറിച്ച് സംസാരിച്ചു. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായി വന്നു ചേരുന്ന കാര്യങ്ങളെ ആവിഷ്കരിക്കാനാണ് അദ്ദേഹം ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ ഒരു വെച്ചുകെട്ടൽ ഇങ്ങനെ പർപ്പസ്ഫുള്ളി ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിന് അദ്ദേഹം താല്പര്യമില്ല. കഥകളും നോവലുകളൊക്കെ എഴുതിയിട്ടുണ്ട്, ഇനിയും എഴുതണം എന്ന് തന്നെയാണ് ആഗ്രഹം. അപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു കാര്യം, നമ്മൾ അറിയപ്പെടാതെ പോയി എന്നുള്ളൊരു സങ്കടം അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. പിന്നെ ഞാൻ വേറൊരു ആളെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണവാദ്യാർ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും.
കൃഷ്ണവാദ്യാർ ആരോടും വലിയ സംസാരമൊന്നും ഇല്ലാതെ വളരെ സൈലന്റ് ആയിട്ട് ഇരിങ്ങാലക്കുടയുടെ പരിസരങ്ങളിൽ ഇങ്ങനെ പോകുന്ന ഒരു പാവ മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹം എഴുതുന്നത് പോലും ഞാൻ ഈ അടുത്ത് അറിഞ്ഞത് വേണുമാഷിലൂടെ ഹരിമാഷിലേക്ക് എത്തി. അങ്ങനെ പോയപ്പോഴാണ് അദ്ദേഹം എഴുതുന്നു എന്നറിഞ്ഞത്. പക്ഷെ അദ്ദേഹം എഴുതുന്നതിൻ്റെ ഒരു വിഷയം എന്താ വെച്ചാൽ കൊങ്ങിണി സാഹിത്യമാണ് അദ്ദേഹം കൂടുതൽ എഴുതിയിട്ടുള്ളത്. മലയാളം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കുങ്കുമം അവാർഡ് അക്കാലത്ത്, ആ കാലഘട്ടത്തിൽ അതൊരു വയലാർ അവാർഡ് പോലെ ഒരു അവാർഡായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ആ കുങ്കുമം അവാർഡ് ദുബായിയുടെ സ്ത്രീ ശക്തി അവാർഡ് ഒക്കെ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ എന്താണ് അദ്ദേഹത്തെ ഈ 2 അവാർഡും വാങ്ങിച്ച കാലഘട്ടത്തിലുള്ള ആൾക്കാരാണ്. പി വത്സല വാങ്ങിച്ചിട്ടുണ്ട്. നമുക്കറിയാം കൂമൻ കൊല്ലിയൊക്കെ എഴുതിയിട്ടുള്ള പി വത്സല വാങ്ങിച്ചിട്ടുണ്ട്. അത് ഈ പറയുന്ന ശക്തി അവാർഡ്, ദുബായ് ശക്തി അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ആളാണ് സാറ ജോസഫ്. അവരൊക്കെ ഇങ്ങനെ മുഖ്യധാരയിൽ ഇപ്പോഴും നിലനിൽക്കുകയും അത് വാങ്ങിയ ഒരാൾ ഒന്നുമല്ലാതെ വളരെ സൈലന്റ് ആയിട്ട് അവിടെ നിൽക്കുകയും ചെയ്യുന്നതിൻ്റെ ഒരു സങ്കടം അതും അദ്ദേഹം എന്നോട് പങ്കുവച്ചു. ഇനിയും എഴുത്തിൽ സജീവമാകുന്നു എന്നാ പറഞ്ഞത്. കാരണം എഴുത്ത് നിർത്തേണ്ട കാര്യമില്ല. പിന്നെ അദ്ദേഹം എഴുതുന്ന ഭാഷയുടെ ഒരു ഇത് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ എഴുതുന്നതിലും കൂടുതൽ അംഗീകാരം നമുക്ക് ഈ കൊങ്ങിണി ഭാഷയിൽ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കിട്ടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം മലയാളത്തിൽ നിറച്ചു സാഹിത്യകാരന്മാരാണ്. അപ്പം കൊങ്ങിണി ഭാഷയിൽ എഴുതണമെങ്കിൽ അതാണ് ആൾക്ക് കൂടുതൽ കംഫർട്ടബിൾ എന്നുള്ള നിലയിലുള്ള കാര്യവും അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. പിന്നെ ഹിത ഈശ്വരമംഗലം ആനുകാലികങ്ങളിൽ ഇപ്പോഴും തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഹിത ഈശ്വരമംഗലം. ഇതൊക്കെ നമ്മളിപ്പോൾ ഇനി പറയാൻ പോകുന്നത് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയ 1-2 പേരുടെ കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വായിച്ചു തുടങ്ങുന്നത് മുട്ടത്ത് വർക്കിയായിരുന്നു. മുട്ടത്ത് വർക്കി അത്ര മോശം സാഹിത്യകാരനല്ല. മുട്ടത്ത് വർക്കി അവാർഡ് MT വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം മുട്ടത്ത് വർക്കിയുടെ ഭാഷ അപ്പം എഴുതി വരുമ്പോൾ ഇതെന്താണ് ഒരു പൈങ്കിളി സാഹിത്യം എന്ന് പറഞ്ഞിട്ട് ഒരു മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സാധാരണ വീട്ടമ്മമാരുടെ അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ വായനയിൽ ഉണ്ടായിരുന്ന പുസ്തകങ്ങളായിരുന്നു മംഗളം മനോരമ പോലുള്ളതൊക്കെ. ഈ മംഗളം മനോരമയിൽ എഴുതിയിരുന്നവരെ മുഖ്യധാരാ സാഹിത്യത്തിന് ഒരിക്കലും അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. അതെപ്പോഴും അതൊരു മോശം എന്നുള്ളൊരു മട്ടിൽ അതിനെ മാറ്റി നിർത്തുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട കുറേ സാഹിത്യന്മാരിൽ ഒരാളാണ് നമ്മുടെ പുല്ലൂരുണ്ട രാജൻ ചിന്നങ്ങത്ത്. എത്രയോ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ നമ്മുടെ സാഹിത്യ ചരിത്രത്തിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാജൻ ചിന്നങ്ങത്തില്ല. എത്രയോ മുമ്പ്, ഇപ്പൊ ഈ സാഹിത്യ ചരിത്രം എഴുതിയതിന് ശേഷം ഉണ്ടായ ആളല്ല, അതിന് മുമ്പുള്ളതാണ്. പക്ഷെ രാജൻ ചിന്നങ്ങത്തില്ല. അതുപോലെ തന്നെ വേറൊരാളാണ് ജോർജ് നെല്ലായി. ഒരുപാട് നല്ല പുസ്തകങ്ങൾ, 10-ൽ പരം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരാളായിരുന്നു ജോർജ് നെല്ലായി. അദ്ദേഹവും മരണപ്പെട്ടു പോയി. അദ്ദേഹത്തെക്കുറിച്ചും സാഹിത്യ ചരിത്രം അടയാളപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവരൊക്കെ അത്യാവശ്യം ഭാഷ നല്ല രീതിയിൽ എഴുതുകയും അക്കാലത്ത് സജീവമായി നിലനിന്ന് പോരുകയും ചെയ്തിരുന്നവർ. പെട്ടെന്നുണ്ടായ ഒരു ഷിഫ്റ്റിൽ ഇവരെല്ലാവരും ഒന്നുമല്ലാതായി പോവുകയും നമ്മുടെ സാഹിത്യത്തിന് പുതിയ സമീപനങ്ങളും പുതിയ ഭാഷാ രീതികളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് മോശമാണെന്നുള്ള രീതിയിലേക്ക് നിന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ സാഹിത്യ ചരിത്രം ഒരു വിഭാഗം എഴുത്തുകാരോട് കാണിച്ചത് നീതികേടല്ലേ എന്ന ഒരു ചോദ്യം. സത്യത്തിൽ സാഹിത്യചരിത്രം സ്ത്രീകളെ പാടെ ഒഴിവാക്കി എന്ന് വേണമെങ്കിൽ പറയാം. വളരെ നാമമാത്രമായ ആൾക്കാരെ മാത്രമേ സാഹിത്യചരിത്രം അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. അല്ലാത്തതൊക്കെ വിട്ടുകളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതും ഒരു തരം മാറ്റി നിർത്തൽ തന്നെയാണ്. ഇവരെയും കൂടി ഉൾച്ചേർത്തേണ്ടതില്ലേ? നമ്മളിത് ചർച്ച ചെയ്ത് ഇതൊക്കെ ആഡ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഇരിങ്ങാലക്കുടനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഇനിയും ഒരുപാട് നല്ല പ്രതിഭാധനരായ എഴുത്തുകാർ ഉണ്ടായി വരുന്നുണ്ട്. അതിനുള്ള സംഘടനകളൊക്കെ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം ഇപ്പോഴും ആ ഒരു ഉണ്ണായി വാര്യൽ കൊളുത്തി വെച്ച വിളക്കിൻ്റെ വെളിച്ചത്തിൽ മുന്നോട്ട് പോകുന്നവർക്കൊക്കെ ആ ഒരു ദർശനമുണ്ട്. അവരത് അതിൻ്റേതായ നല്ല ഭാഷയിൽ നല്ല ശൈലിയിലൊക്കെ എഴുതി പോരുന്ന നല്ല സാഹിത്യകാരന്മാർ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇടത്തിൽ നിൽക്കാൻ പറ്റിയത് അല്ലെങ്കിൽ ജനിക്കാൻ പറ്റിയത്, വളരാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷവും അഭിമാനമൊക്കെ തോന്നുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുപോലെ ഒരിടത്തിൽ വന്ന് പറയാനായിട്ട് എനിക്ക് കുറച്ചെങ്കിലും എൻ്റെ അറിവിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് എനിക്ക് ഇത്രയും പറയാനായിട്ട് അവസരം തന്ന കഥകളി ക്ലബിൻ്റെ ഭാരവാഹികളും ഞാൻ എൻ്റെ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഞാനിവിടെ 1-2 ഈ പ്രബന്ധത്തിലില്ലാത്ത 1-2-3 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുക മാത്രമാണ്. അത്ര ഹലോ, ഒന്ന് പാക്യാട്ട് പരമേശ്വരൻ നമ്പൂതിരി, സംസ്കൃത പണ്ഡിതനായിട്ടുള്ള പാക്യാട്ട് പരമേശ്വരൻ നമ്പൂതിരി ഉണ്ണായി വാര്യരുടെ ശ്രീരാമ പഞ്ചശതിക്ക്, നളചരിതത്തിന് മുമ്പ് ഉണ്ണായി വാര്യർ രചിച്ച ശ്രീരാമ പഞ്ചശതിക്ക് വ്യാഖ്യാനം ചമച്ച വ്യക്തിയാണ് പാക്യാട്ട് പരമേശ്വരൻ നമ്പൂതിരി.
ആദ്യകാലത്ത് അമ്മന്നൂർ ചാച്ചാക്യാർ കൂടിയാട്ടം പഠിപ്പിക്കാൻ ഇവിടെ കളരി തുടങ്ങിയ സമയത്ത് പൈങ്കുളം രാമചാക്യാരായാലും അമ്മന്നൂർ മാധവ ചാക്യാരായാലും പരമേശ്വര ചാക്യാരായാലും പിന്നീട് വന്ന അമ്മന്നൂർ കുട്ടചാക്യാരായാലും ഇവരെല്ലാവരും പാക്യാട്ട് പരമേശ്വരൻ നമ്പൂതിരിയുടെ അടുത്താണ് സംസ്കൃത പഠനം തുടങ്ങിയത്. അത് അവിടേക്കാണ് ചാച്ചാക്യാർ അദ്ദേഹത്തെ വിട്ടത്. പിന്നെ നമുക്ക് ഇപ്പോൾ നേരത്തെ കിഴുത്താനിൽ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ സമ്മേളനം 1920-കളിൽ നടന്ന ആ സംഭവം ഇവിടെ പറയുണ്ടായി. 1920-ലാണെന്നാണ്, 20-ലല്ലേ, 1930. അപ്പോൾ 1900 ആ കാലത്ത് അവിടെ ഇരിങ്ങാലക്കുട പോലൊരു സ്ഥലത്ത് നടക്കേണ്ടിയിരുന്ന ഒരു സംഭവം, അവിടെ പോയത് അഡ്വക്കേറ്റ് പുതുരക്ഷിത മേനോൻ, അദ്ദേഹത്തിൻ്റെ പവർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്ന് തോന്നുന്നു. അദ്ദേഹവും ഒരു എഴുത്തുകാരനായിരുന്നു. കേരള കലാമണ്ഡലത്തിൻ്റെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ ആയിരുന്നു പുതുരക്ഷിത മേനോൻ. ഉണ്ണായി വാര്യർ സ്മാരക കലാലയത്തിൻ്റെ സ്ഥാപക അധ്യക്ഷൻ എന്നുള്ള നിലയ്ക്കും കൂടൽമാണിക്യം ദേവസ്വം കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലയ്ക്കും ഒക്കെ പ്രശസ്തനായിട്ടുള്ള അദ്ദേഹം കാളിദാസൻ്റെ രഘുവംശത്തെക്കുറിച്ചിട്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയ ലേഖനങ്ങൾ എല്ലാം കൂടി ഒരു പുസ്തകമാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ജന്മശതാബ്ദി കാലഘട്ടത്തിൽ സി മോഹൻദാസ് അദ്ദേഹത്തിൻ്റെ മകൻ മുൻകൈ എടുത്തിട്ട് പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പി കെ ഭരതമാഷാണ് ഈ വിവരം അദ്ദേഹത്തെ അറിയിച്ചത്. അങ്ങനെയാണ് ഈ പുസ്തകം കണ്ടെടുക്കാനുള്ള ലേഖനങ്ങൾ ചേർത്തിട്ട് ഒരു പുസ്തകമാക്കി ശ്രീ മോഹൻദാസ് അദ്ദേഹം വിവരം കൊടുത്തതനുസരിച്ചിട്ട് ആ പുസ്തകം കിട്ടിയിട്ടുണ്ട് പിന്നീട്. മറ്റൊന്ന് ഉണ്ണായി വാര്യർ സ്മാരക കലാലയത്തിലെ ചുട്ടി അധ്യാപകനായിട്ടുള്ള കലാനിലയം പരമേശ്വരനാശാൻ, അദ്ദേഹം ആ കലാരൂപത്തെക്കുറിച്ചിട്ട് ചുട്ടിയെക്കുറിച്ചിട്ടും അനവധി ലേഖനങ്ങൾ ആനുകാലികങ്ങളിൽ എഴുതുന്നതോടൊപ്പം തന്നെ ചുട്ടി കലയും ശാസ്ത്രവും എന്ന് പറഞ്ഞൊരു പുസ്തകം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന പന്തളം ശ്രീകുമാർ അദ്ദേഹം എടുത്തിട്ടുള്ള ഡോക്യുമെൻ്ററി, പരമേശ്വരാശാനെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി കേരള സർവകലാശാലയിൽ പാഠ്യവിഷയം കൂടിയാണ് എന്നുള്ള വിവരവും ഈ സമയത്ത് പങ്കുവയ്ക്കുകയാണ്. നേരത്തെ സാവിത്രി ലക്ഷ്മണനെ കുറിച്ച് ഇവിടെ പറയുണ്ടായി. പ്രൊഫസർ ലക്ഷ്മണൻ നായർ അദ്ദേഹം പള്ളിപ്പുറം ഗോപാലാശാൻ്റെ ജീവചരിത്രവും ഉണ്ണായി വാര്യർ സ്മാരക കലാലയത്തിൻ്റെ ചരിത്രവും കൂടി ഒറ്റ പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുകയുണ്ടായിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെയൊക്കെ സുഹൃത്തായിട്ടുള്ള രാജേഷ് നാണു എന്നറിയപ്പെടുന്ന രാജു, താവോയിസത്തെക്കുറിച്ചിട്ടൊരു പുസ്തകം, അദ്ദേഹം ബുദ്ധദർശനവും താവോയിസവും കൂടി താരതമ്യം ചെയ്തിട്ടുള്ള ഒരു പുസ്തകം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഭരതയ്യർ പ്രശസ്തനായിട്ടുള്ള കലാനിരൂപകനും കലാ വിഷയങ്ങളെക്കുറിച്ചിട്ട് ആധികാരികമായിട്ട് പുസ്തകം എഴുതിയിട്ടുള്ള ശ്രീ ഭരതയ്യർ നടവരമ്പിൽ നിന്ന് ഇരിങ്ങാലക്കുട വന്ന് താമസമായ നമ്മുടെ പ്രൊഫസർ CP ഇളയത് മാസ്റ്ററെ, സുരേന്ദ്രൻ പോയി തോന്നുന്നു, ഇളയത് മാസ്റ്ററെ അവിടെ ഉണ്ട്, ഇളയത് മാസ്റ്ററെ തൊട്ട് പിന്നിൽ അവിടെ ആയിരുന്നു സ്ഥലം എന്ന് സംഗമേശ്വരനാണ് എന്നോട് പറഞ്ഞത്. ഇതിൽ വേറെ മാമ്പഴ സാറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ കാലാകാലങ്ങളായിട്ട് കഥകളി ക്ലബ്ബ് ഇറക്കിയ സോവിനീറുകൾ, അതുപോലെ അനവധി പ്രസംഗങ്ങളും ആനുകാലികങ്ങളിലുമൊക്കെ അത്ര സജീവമല്ലെങ്കിലും ക്ലാസിക്കൽ കലകളെക്കുറിച്ചിട്ടും ഈ കലാരൂപങ്ങളുമായി ബന്ധപ്പെട്ട കഥകളെക്കുറിച്ചിട്ടും ആധികാരികമായിട്ട് സംസാരിച്ചിരുന്ന വ്യക്തിയാണ് പ്രൊഫസർ CP ഇളയത് മാസ്റ്റർ. ഡോക്ടർ KM പിഷാരടി കലകളി ക്ലബിൻ്റെ അധ്യക്ഷനായിട്ട് വർഷങ്ങളോളം ഉണ്ടായിരുന്ന ഇളയത് മാഷ് ആ നിലയ്ക്ക് അറിയപ്പെടുന്ന ഒരു പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ്. ഇളയത് മാഷിൻ്റെ മകൻ CP സുരേന്ദ്രൻ, അദ്ദേഹം ബോംബെയിലെ ടെമ്പസ്റ്റ് മാസികയിലും പിന്നീട് ബിസിനസ് ദീപികയിലെ കോളമിസ്റ്റായിട്ടും പ്രവർത്തിച്ചിട്ടുള്ള CP സുരേന്ദ്രൻ കോടൻ ഭരണിയിലെ ഉപ്പുമാങ്ങ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം, പിന്നെ കിഴവൻ നദി, അങ്ങനെ 2-3 പുസ്തകങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ തന്നെ ഇരിക്കേണ്ട നരേന്ദ്ര വാര്യർ, കടത്തനാട്ട് നരേന്ദ്ര വാര്യർ ആട്ടക്കഥാര ജേതാവാണ്. ഇന്ന വിഷയങ്ങളൊന്നുമില്ല, സംസ്കൃത സാഹിത്യത്തെക്കുറിച്ചും ആട്ടക്കഥാ സാഹിത്യത്തെക്കുറിച്ചും മലയാള സാഹിത്യത്തെക്കുറിച്ചും ഒരു പരിധിവരെയോ അതിനപ്പുറമോ തന്നെ ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് ശ്രീ നരേന്ദ്ര വാര്യർ. പിന്നെ ഇപ്പം നടനകൈരളിയുടെ ഡയറക്ടറായിട്ടുള്ള വേണുജി, നിർമ്മല പണിക്കർ, കർമ്മം കൊണ്ട് ഇരിയാവടക്കാരായിട്ടുള്ള ഈ 2 പേര് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അനവധി പുസ്തകങ്ങൾ നങ്ങ്യാർകൂത്തിനെക്കുറിച്ചും കൂടിയാട്ടത്തെക്കുറിച്ചും ഒക്കെ ഉള്ള അവരുടെ കലാജീവിതത്തെക്കുറിച്ചിട്ടുള്ള പുസ്തകങ്ങളും ധാരാളം രചിച്ചിട്ടുള്ള വ്യക്തിയാണ്. ശ്രീ KR മോഹൻ തിരക്കഥ സാഹിത്യത്തിൽ ഒരു വലിയൊരു ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള വ്യക്തിയാണ് KR മോഹൻ. നാടൻ കലകൾ, നേരത്തെ ഭരതമാഷെക്കുറിച്ച് പറഞ്ഞു, ഇവിടുത്തെ പരിപാടിയിൽ തന്നെ PK ഭരത മാസ്റ്റർ നാടൻ കലകളെക്കുറിച്ചിട്ട് പ്രബന്ധാവതരണം നടത്തുന്നുണ്ടായി. അദ്ദേഹം തിരക്കഥാ സാഹിത്യത്തിൽ വളരെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ്. കൊലമുറി പോലെയുള്ള നോവലൊക്കെ എഴുതിയിട്ടുള്ള രാജേഷ് തെക്കിനിയത്ത്, കണ്ടേശ്വരം ഭാഗത്ത് താമസിക്കുന്ന രാജേഷ് തെക്കിനിയത്ത് ജീവിതത്തിലെ വളരെ കൈപ്പേറിയ അനുഭവങ്ങൾ, അന്തിക്കാട്ട് ചെത്തൊഴിലാളി സമരം പോലെയുള്ളതൊക്കെ പ്രതിപാദിച്ചിട്ടുള്ള
അതുപോലെ ശ്രീലങ്കയിലെ പ്രവാസ ജീവിതം, ഏറ്റവും അങ്ങേയറ്റം വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിലുള്ള ജീവിതവും ഒക്കെ നയിച്ചിട്ടുള്ള ആൾക്കാരുടെ ജീവിതം കൊണ്ടുവന്നിട്ടുള്ള നോവലുകൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. ഈ ശ്രീലങ്കയിലെ ജീവിതമൊക്കെ കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ് രാജേഷ് തെക്കിനിയത്ത്. പ്രതാപ് സിംഗ് തൻ്റെ ഗാന ചലച്ചിത്ര രംഗത്ത് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം 3 പുസ്തകങ്ങളായിട്ടാണ് പ്രസിദ്ധീകരിച്ചത്. അതിനേക്കാൾ കൂടുതലുണ്ട്, അതിന് അനവധി പുസ്തകങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതെ ഉണ്ട്. പിന്നെ കൃഷ്ണവാദ്യാരെ കുറിച്ച് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പേഷ്കാർ റോട്ടിൽ ശ്രീ UK വിദ്യാസാഗർ അദ്ദേഹത്തിൻ്റെ ചെറുകഥകൾ എല്ലാം കൂടി ചേർത്തിട്ടൊരു പുസ്തകമായിട്ട് ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഗാന്ധിഗ്രാമിലെ അരുൺ സംഗമസാഹിതിയിൽ കവിയായിട്ട് കവിയാണ് അദ്ദേഹം. ഗാന്ധിഗ്രാമിലെ അരുൺ ക്ലബ്ബായിട്ട് ബന്ധപ്പെട്ട് ആദ്യകാലത്തെ കുറച്ച് പരിപാടികളിലൊക്കെ അദ്ദേഹം വന്നിട്ടുള്ള ആളാണ് ഗാന്ധിഗ്രാമിലെ അരുൺ. അതുപോലെ തന്നെ ഇവിടെ കുടൽമാണിക് 26ാം വാർഡ് കൗൺസിലർ കൂടിയായിട്ടുള്ള സന്തോഷ് ഭവൻ സഖി വാരിക തുടങ്ങിയ സമയത്ത് സഖി എന്ന പേരിൽ തന്നെ ഒരു നോവല് അദ്ദേഹം സഖി വാരികയിൽ എഴുതിയിട്ടുണ്ട്. വർത്തമാനം, പിന്നെ ആനുകാലിക രാഷ്ട്രീയ സംഭവങ്ങൾ ഒക്കെ ചേർത്തിട്ട് അദ്ദേഹം എല്ലാ ആഴ്ചയിലും ഒരു കോളമിസ്റ്റ് എന്നുള്ള രീതിയിൽ സന്തോഷ് ഭവൻ പത്രപ്രവർത്തകൻ എന്ന നിലയിലും രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലും പൊതുവെ കേരളത്തിൽ പ്രശസ്തനായിട്ടുള്ളൊരു വ്യക്തിയാണ് സന്തോഷ് ഭവൻ. EK വിനോദ് വാര്യർ ആട്ടക്കഥാ സാഹിത്യത്തിൽ ഏറ്റവും കഥകളി നടൻ എന്ന നിലയ്ക്കും വേദിക് മാത്തമാറ്റിക്സിൻ്റെ പ്രചരണാർത്ഥം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലേക്കും ആട്ടക്കഥാ രചയിതാവ് എന്ന നിലയിലേക്കും പ്രശസ്തനായിട്ടുള്ള ജയദ്രഥവതം പോലെയുള്ള ആട്ടക്കഥകൾ രചിച്ച വ്യക്തിയാണ് ശ്രീ EK വിനോദ് വാര്യർ. പിന്നെ സദനം കൃഷ്ണകുട്ടിയാച്ചൻ്റെ മകൻ കണ്ണൻ. ഇന്ന് കേരളത്തിൽ കഥകളി കലാകാരന്മാരെക്കുറിച്ചും സാഹിത്യ സാംസ്കാരിക രംഗത്തെ വ്യക്തികളെക്കുറിച്ചിട്ടും ആധികാരികമായിട്ട് ഒരുപക്ഷെ ദീപിക പോലുള്ള ഒരു പത്രത്തിൽ ഇത്രയും ലേഖനങ്ങൾ വന്നത് ശ്രീ കണ്ണൻ കണ്ണൻ്റെ പ്രവർത്തനഫലമായിട്ടാണ്. കണ്ണൻ എഴുതിയ ലേഖനങ്ങളാണ്. ദിനേശ് വാര്യർ തായമ്പയെക്കുറിച്ചിട്ട് ആധികാരികമായിട്ട് കേരള സംഗീത അക്കാദമി പ്രസിദ്ധീകരിച്ച പുസ്തകമാണ് ദിനേശ് വാര്യർ. ഇന്നലെ ഇവിടെ പ്രബന്ധാവതരണം ഇവിടെ ഉണ്ടായിരുന്നു. ഇതുകൂടി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ അവതരിപ്പിച്ച കാര്യങ്ങളും അതിനോട് കൂട്ടിച്ചേർത്ത കാര്യങ്ങളും കേട്ടു. ഇപ്പം ഈ അദ്ദേഹം പറഞ്ഞ പോലെ അവസാനം ശ്രീ കേശവൻ സംസാരിച്ചതിൻ്റെ തുടർച്ചയായിട്ട് പറയുകയാണെങ്കിൽ ഇതുപോലെ ഇനിയും കുറച്ച് ആളുകൾ, അത്ര കുറച്ചല്ല ആളുകളുടെ പേര് പറയാനുണ്ട്. ഞാനിത് പറഞ്ഞാൽ മുഴുവനാവില്ല, ചിലപ്പോൾ അവിടെയും ഇവിടെയും വിട്ടുപോകും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ സംസ്ഥാനത്ത് ഏറെ അറിയപ്പെട്ടിരുന്ന, ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്ന MC ജോസഫ്, അദ്ദേഹം സാഹിത്യം എന്ന് പറഞ്ഞാൽ മറ്റേ ഗദ്യസാഹിത്യത്തിൽ അദ്ദേഹം പത്രപ്രവർത്തകനായിരുന്നു, വളരെയേറെ അറിയപ്പെട്ടിരുന്ന ആളായിരുന്നു. ഏത് നിലയ്ക്കും ഇരിഞ്ഞാലക്കുടക്കാരൻ്റെ ദീർഘകാലം ഇവിടെ ജന്മം കൊണ്ട് പിടുത്തുകാരനല്ലെങ്കിലും കർമ്മം കൊണ്ട് ഇരിഞ്ഞാലക്കുടക്കാരനായിരുന്ന ഒരു വലിയ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. സാഹിത്യരംഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലേഖനം എഴുതിയാലും സാഹിത്യം തന്നെയാണ്, കവിതയോ മാത്രമാണെന്നില്ല. അപ്പോൾ ആ നിലയ്ക്ക് അദ്ദേഹം ഒരു വലിയ സാഹിത്യകാരനായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ പത്രപ്രവർത്തകനായിരുന്നു, ഏറെ അറിയപ്പെട്ട ആളായിരുന്നു. ഇരിഞ്ഞാലക്കുടയുടെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ MC ജോസഫിനെ പോലുള്ള അദ്ദേഹത്തെ പോലെ ഇവിടെ അപൂർവം ചിലരൊക്കെ പിന്നെയും വിട്ടുപോയിട്ടുണ്ട്. അവരൊന്നും ഒഴിവാക്കാൻ പറ്റുന്നതല്ല. ഇത് പൊതുവെ എല്ലാവരും ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി, ആളുകൾക്കൊക്കെ അറിയാം എങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ കിഴുത്താനി സമ്മേളനം 37-ലാണോ 39-ലാണോ എന്ന സംശയം മാത്രമേ എനിക്കുള്ളൂ. 39-ലാവാനാണ് കൂടുതൽ സാധ്യത. അതിൽ വൈലോപ്പിള്ളി ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. ടീച്ചർ വൈലോപ്പിള്ളിയുടെ പേരും പറഞ്ഞു. ദിവാകരൻ പോറ്റി, ഹരിശർമ്മ തുടങ്ങിയ ആളുകൾ ഉണ്ടായിരുന്നു എന്നും ഞാൻ ഏകദേശം മനസ്സിലാക്കി വെച്ചു. ബാക്കി പേരുകളൊക്കെ ശങ്കരക്കുറുപ്പും വള്ളത്തോളും പിന്നെ ചങ്ങമ്പുഴയും SK പൊറ്റേക്കാടും മുണ്ടശ്ശേരി, ആ പേരുകളൊക്കെ ശരിയാണ്. ഇതും കൂടി ഇതിൽ വൈലോപ്പിള്ളി ഉണ്ടായിരുന്നില്ല, മറ്റ് 2 പേര് ദിവാകരൻ പോറ്റിയും ഹരിശർമ്മയും ഉണ്ടായിരുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനെക്കുറിച്ചും കൂടി ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ. ഇവിടെ പറഞ്ഞ സാഹിത്യകാരന്മാരും പിന്നീട് അതിനോട് അനുബന്ധമായി പറഞ്ഞവരും, അതുകൂടാതെ കഥകളി ക്ലബിനോട് ചേർന്ന് നിൽക്കുന്ന കഥകളി ക്ലബിൻ്റെ എക്സിക്യൂട്ടീവായ റഷീദ് കാർലം, അദ്ദേഹം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. കാട്ടൂർ രാമേന്ദ്രൻ, അദ്ദേഹം പുസ്തകങ്ങൾ ഇറക്കിയിട്ടുണ്ട്. രാജേഷ് തമ്പാൻ എഴുതിക്കൊണ്ടിരിക്കുന്നു, ബുക്കായിട്ട് ഇറങ്ങിയിട്ടില്ല. അതുകൂടാതെ CS വെങ്കിടേശ്വരൻ, അദ്ദേഹം അക്കാഡമി അവാർഡ് ജേതാവാണ്. ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള രചനകൾ നടത്തിയിട്ടുള്ളതാണ് അദ്ദേഹത്തിന്. അതുപോലെ ISRO ചെയർമാനായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ നഹുഷപുരാണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോവൽ എഴുതിയിട്ടുണ്ട്. അതുകൂടി ഇതോടൊപ്പം ചേർത്ത് വയ്ക്കുന്നു.
ആരാ? ആ ടീച്ചറെ സി എസ് മീനാക്ഷി, സി എസ് വെങ്കടേശ്വരൻ്റെ ക്ഷമിക്കണം, നഹുഷപുരാണം വേറെയാണോ? സോറി, ക്ഷമിക്കണം. അത് കെ രാധാകൃഷ്ണൻ. മാതൃഭൂമിയുടെ മാനേജരായിരുന്നു കെ രാധ, MBA പഠിച്ചിട്ടുള്ള അദ്ദേഹമാണ് നഹുഷപുരാണം ഇത്. അദ്ദേഹം ഈ കാട്ടൂർ ഭാഗത്ത്, ആ ഭാഗത്ത് എവിടെയാണ് ആളുടെ വീട്. പിന്നെ വളരെ മഹാന് മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു, സിദ്ധരൂപം എഴുതിയത്. സിദ്ധരൂപം ഇരിങ്ങാലക്കുടയിലെ ഒരു സ്വാമി, ശാസ്ത്രികൾ. ഗംഭീരമായൊരു വർക്കാണത്. പേര് ഞാൻ അദ്ദേഹത്തെ പറ്റി എഴുതിയിട്ടുണ്ട്, ഇപ്പോൾ ഓർമ്മയില്ല പെട്ടെന്ന്. അതെ. അതുപോലെ ശ്രീ CR കേശവൻ വൈദ്യർ, അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇനി ഇതോടൊപ്പം കൂട്ടിച്ചേർക്കാൻ ധാരാളം പേരുകൾ ഇനിയും ഉണ്ടായിരിക്കാം. അത് ഓരോരുത്തരുടെ ഓർമ്മകളിൽ നിന്ന് എടുത്ത് അതിന് നല്ലൊരു ഫീൽഡ് വർക്ക് വേണം സാർ. തീർച്ചയായിട്ടും വേണം, അല്ലാതെ നമുക്ക് അതിനൊരു പേപ്പർ സെറ്റ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്രയും നേരം ഇവിടെ ഇരിങ്ങാലക്കുടയിലെ സാഹിത്യ രംഗത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തിയ ഡോക്ടർ അമ്പിളിയെ ആദരിക്കുന്നതിനായി സുവർണത്തിൻ്റെ ഭാഗമായി സുവർണം മുദ്രണം നൽകി ആദരിക്കുന്നതിനായി ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീ അനിയൻ മംഗലശ്ശേരിയെ ക്ഷണിക്കുന്നു.